കോടതി വിധികളിലല്ല, നീതിബോധമുള്ള മനുഷ്യരുടെ ഓർമ്മകളിലാണ് ചരിത്രം തലയുയർത്തി നിൽക്കുന്നത്. 1992 ഡിസംബർ 6 ഹിന്ദു വർഗീയവാദികൾ രാജ്യഹൃദയത്തിനേൽപ്പിച്ച മാരകമായ മുറിവിൻ്റെ ആഘാതം ഇരട്ടിപ്പിക്കുന്നതായിരുന്നു 2019 സുപ്രീം കോടതി 5 ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി. പള്ളി നിലനിന്ന സ്ഥലം രാമക്ഷേത്ര നിർമ്മാണത്തിനായി ലഭിച്ചത് ആ വിധിയിലൂടെയാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി പണിയാൻ പകരം ഭൂമിയും. അതായത് സംഘപരിവാർ ആഗ്രഹിച്ചതുപോലെ തന്നെയായിരുന്നു 134 വർഷത്തെ നിയമ പോരാട്ടത്തിൻ്റെ അന്ത്യം. വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭാംഗമാക്കിയാണ് BJP അതിനുള്ള നന്ദി രേഖപ്പെടുത്തിയത്. ജസ്റ്റിസ് അബ്ദുൽ നസീറിനെ ആന്ധ്രാപ്രദേശ് ഗവർണറുമാക്കി. BJPയും വിശ്വഹിന്ദു പരിഷത്തും സംയുക്തമായി സംഘടിപ്പിച്ച 1.5 ലക്ഷത്തോളം കർഷകരുടെ റാലിയാണ് സുരക്ഷാ സേനയെ നോക്കുകുത്തിയാക്കി ബാബറി മസ്ജിദ് തകർത്തത്. BJP നേതാക്കളായ LK അദ്വാനി, ഉമാഭാരതി, മുരളി മനോഹർ ജോഷി എന്നിവരായിരുന്നു റാലിക്ക് നേതൃത്വം നൽകിയത്. പിന്നാലെ നടന്ന കലാപത്തിൽ ജീവഹാനി സംഭവിച്ചത് 2000-ഓളം പേർക്കാണ്. 2020 ലക്നൗ പ്രത്യേക കോടതി ആ കേസും മടക്കിവെച്ചത് പ്രതികൾ എല്ലാവരെയും വിട്ടയച്ചുകൊണ്ടാണ്. കുറ്റവാളികൾ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ചരിത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ഒരു കോടതി വിധിക്കും തകർക്കാനാവില്ല സത്യത്തിൻ്റെ താഴികക്കുടങ്ങൾ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.